മനുഷ്യനെയും ദൈവത്തെയും വേർപെടുത്തുന്നത് പാപമാണ്. എല്ലാവർക്കും അറിയാം ദൈവം വളരെ വിശുദ്ധിയുള്ളവനാണെന്ന്. ദൈവത്തിന് അശുദ്ധി അംഗീകരിക്കാൻ സാധിക്കത്തില്ലെന്നും ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഏത് മതത്തിൽ ജനിച്ചെങ്കിലും നമ്മൾ ഏത് ആചാരത്തിലാണെങ്കിലും എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു ദൈവത്തെ വിശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യന് ഒരിക്കലും എത്തിച്ചേരാൻ സാധിക്കാത്ത അവസ്ഥയിൽ ദൈവം താൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഈ ഭൂമിയിൽ മനുഷ്യന്റെ അടുക്കിലേക്ക് താൻ ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വരണമെന്ന്. എന്നാൽ ഇറങ്ങി വന്നതിന് ഒരു കാരണമുണ്ട്. ദൈവത്തിന് അടുക്കിലേക്ക് മനുഷ്യന് എത്തിച്ചേരാൻ പറ്റാത്ത കാരണം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപമാണ്. ഒരിക്കലും ഒരു മനുഷ്യനും ദൈവത്തെ പ്രസാദിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ദൈവം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം ഒരു മനുഷ്യനും നയിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ദൈവം തീരുമാനിച്ചത്, എൻ്റെ അടുക്കിലേക്ക് മനുഷ്യന് എത്തിച്ചേരാൻ സാധിക്കാത്തത് കൊണ്ട് മനുഷ്യന്റെ അടുക്കിലേക്ക് ഞാൻ ഒരു മനുഷ്യനായി ഇറങ്ങിച്ചെല്ലും. എന്നാൽ ഇറങ്ങി വന്നത് മനുഷ്യന്റെ അടുക്കൽ താൽക്കാലികമായിട്ട് കുറച്ചു കാലം താമസിച്ചിട്ട് പോകുവാനായിട്ടല്ല ഇറങ്ങി വന്നത്. എന്നാൽ അവൻ മനുഷ്യനായിട്ട് അവതരിച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി എന്ന ഒരു സുവിശേഷകൻ യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെ യേശുവിന്റെ ജനനത്തിങ്കൽ ദൂതൻ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി വായിക്കപ്പെടുന്നു, ശ്രദ്ധിക്കുക. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഈ ഭൂമിയിൽ ദൈവം വന്നപ്പോൾ തനിക്ക് കൊടുക്കപ്പെട്ട പേരിന് ഒരർത്ഥമുണ്ട്. യേശു എന്ന പേരിന്റെ അർത്ഥം അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഈ ഭൂമിയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പാപത്തിൽ നിന്നുള്ള വിമോചനം, ദുർസ്വഭാവങ്ങളിൽ നിന്നുള്ള വിമോചനം. നമ്മൾ ചെറുപ്പം തൊട്ട് വളരുമ്പോൾ തൊട്ട് കേൾക്കാവുന്നത് ഉപദേശങ്ങളാണ്. അപ്പനും അമ്മയും ഉപദേശിക്കുന്നു, നമ്മളായിരിക്കുന്ന മത ആചാരങ്ങൾ ഉപദേശിക്കുന്നു, നന്നായിട്ട് ജീവിക്കണം, സൽപ്രവർത്തികൾ ചെയ്യണം. എന്നാൽ ഇതൊക്കെയാണെങ്കിലും പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും പാപ സ്വഭാവങ്ങൾക്കും ഒക്കെ പലപ്പോഴും അറിയാതെ അതിനടിമയായി പോകുന്ന അവസ്ഥയാണ്. മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യം, പല ഉപദേശങ്ങളും പഠിപ്പിക്കുന്ന ഒരു കാര്യം, നീ നന്നായാൽ ദൈവത്തിന്റെ അടുക്കൽ നിനക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. നീ നന്നാകുമെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ നന്നാകുമെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും. നീ നന്നാകുമെങ്കിൽ ദൈവം നിന്നെ കാക്കും. എന്നാൽ എനിക്ക് എങ്ങനെ നന്നാകാൻ സാധിക്കും എന്നുള്ളത് ഒരു മനുഷ്യർക്കും പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ യേശു വന്നത് നന്നായ ഒരു മനുഷ്യനെ സ്വീകരിക്കുവാനായിട്ടല്ല, തൻ്റെ അടുക്കൽ വരുന്ന ഏത് വ്യക്തിയെയും നന്നാക്കുവാനായിട്ടാണ് യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത്. അവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, രോഗികൾക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. നന്നായ ഒരു മനുഷ്യനല്ല ദൈവത്തെ ആവശ്യം. എന്നാൽ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തെ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട സാക്ഷ്യങ്ങളെല്ലാം ഒരു കാര്യം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ എല്ലാം ജീവിതത്തിൽ
നിസ്സഹായ അവസ്ഥയിൽ അവരായിരുന്നപ്പോൾ, പ്രതിസന്ധികളിൽ അവരായിരുന്നപ്പോൾ, അവരാശ്രയിച്ച പണവും അവരാശ്രയിച്ച പാരമ്പര്യവും അവരാശ്രയിച്ച പേരും അവരാശ്രയിച്ച പഠിത്തവും അവരുടെ ആരോഗ്യവും ഒന്നും അവരെ രക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവരെത്തിയപ്പോൾ അവരെ ഒരു വ്യക്തിക്ക് മാത്രം രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. അവന്റെ പേരാണ് ഇവിടെ അവർ ഉച്ചരിച്ചത്. അവന്റെ പേര് യേശു എന്നാണ്. 2000 വർഷങ്ങൾക്ക് മുൻപേ ബേത്ലഹേം എന്ന ഗ്രാമത്തിൽ ജനിച്ച ഒരു യേശു അല്ല, എന്നാൽ അവരുടെ ഹൃദയത്തിൽ യേശു ജനിച്ചപ്പോൾ, അവരുടെ ജീവിതത്തിലേക്ക് ഈ രക്ഷകൻ കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തെ പാടെ മാറ്റുവാനായിട്ട് സാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ഈ ശബ്ദം കേൾക്കുന്നത്, ഒരുപക്ഷെ ഈ ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളെ വെറുക്കുമായിരിക്കും. ഒരുപക്ഷെ ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളെ എഴുതി തള്ളിക്കാണും. നിങ്ങളുടെ സ്വന്തം അപ്പനും അമ്മയും, അഥവാ നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, നിങ്ങളുടെ മക്കൾ, ഒരുപക്ഷെ എല്ലാവരും നിങ്ങളെ കാണുമ്പോൾ ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയായിട്ടായിരിക്കും കാണുന്നത്. എന്നാൽ നിങ്ങളെ ഇന്നും ഉള്ള അവസ്ഥയിൽ സ്വീകരിക്കുവാനായിട്ട് ഒരുവൻ കാത്തിരിപ്പുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. അവൻ ഈ ഭൂമിയിൽ വന്നത് നല്ലവരെ രക്ഷിക്കുവാനായിട്ടല്ല, എന്നാൽ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും രക്ഷിക്കുവാനായിട്ടാണ് യേശു വന്നത്. ഇതിനു മുന്നേ കേട്ട സാക്ഷികളിലെല്ലാം നിങ്ങൾക്ക് ഒരു കാര്യം അവര് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണും. അവരുടെ ജീവിതങ്ങൾ നന്നായത് കൊണ്ടല്ല ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, എന്നാൽ യേശു അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത് കൊണ്ട് അവരുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് തുടങ്ങി. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവസ്ഥ ഒരുപക്ഷെ പരാജയത്തിലാണോ ജീവിതം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? സമാധാനമില്ലാത്ത അവസ്ഥയിലാണോ നിങ്ങൾ കാണപ്പെടുന്നത്? എത്ര ചെയ്തിട്ടും എന്തൊക്കെ പ്രവർത്തിച്ചിട്ടും നിങ്ങളുടെ ഉള്ളിലും പുറത്തും ഒരു ജയം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രികാലം യേശു ഇന്നും ജീവനോടെ കൂടെ ഉണ്ട്. അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വരുമെങ്കിൽ, അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെങ്കിൽ, നിസ്സഹായതയായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെ ഈ യേശു കർത്താവിന് മാറ്റുവാനായിട്ട് സാധിക്കും. ഞങ്ങളെ എല്ലാവരെയും വിടുവിച്ച ഈ യേശു കർത്താവിന് നിങ്ങളെയും വിടുവിക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ സ്വന്തം ജീവിതത്തിൽ നല്ലൊരു ക്രിസ്തീയ പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നതെങ്കിലും, എനിക്ക് കുഞ്ഞിലെ യേശുവിനെ അറിയാമെങ്കിലും, എന്നാൽ എന്റെ ജീവിതത്തിൽ കോളേജിലൊക്കെ എത്തിയപ്പോൾ വഴിതെറ്റിയ ജീവിതത്തിലേക്ക് പോകുവാനായിട്ട് തുടങ്ങി. എന്റെ ജീവിതം കൂട്ടുകാരുടെ കൂടെ ചേർന്നപ്പോൾ ഈ ലോക ഇൻപങ്ങളിലേക്ക് എന്റെ ജീവിതം മാറുവാനായിട്ട് തുടങ്ങി. ഞാൻ ഓർത്ത് എന്റെ ജീവിതത്തിൽ എനിക്ക് പഠിത്തമുണ്ട്, എനിക്ക് നല്ലൊരു ജോലി കിട്ടി, എനിക്ക് പണമുണ്ട്. ആവശ്യത്തിലധികം പണമുണ്ടെങ്കിൽ, നല്ല ആരോഗ്യവും നല്ല പഠിത്തവും നല്ലൊരു ജോലിയും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വേറെ ഒന്നിനും ആവശ്യമില്ല എന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചു. ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം ദൈവത്തെ കാണുവാനായിട്ട് പോകും. ദൈവത്തെ ഒരിക്കലും ജീവിതത്തിന്റെ ഭാഗമാക്കാറില്ലായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ ക്രിസ്മസ് ആഘോഷിക്കുമായിരുന്നു, എന്നാൽ ഒരിക്കലും ജീവിതത്തിൽ യേശു കൂടെ നിൽക്കുന്ന അനുഭവം എന്റെ ജീവിതത്തിൽ പാടെ മാറിപ്പോയിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ നല്ല ജോലിയും നല്ല പണവും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നപ്പോൾ എന്റെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടുവാനായിട്ട് തുടങ്ങി. എന്റെ ഉള്ളിലുള്ള പ്രശ്നം എനിക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ സാധിച്ചില്ല. എന്റെ ഉള്ളിൽ എന്തുകൊണ്ടാ ഇങ്ങനെ എനിക്ക് സമാധാനമില്ലാതെ ആയിത്തീരുന്നത് എന്ന് എനിക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ സാധിച്ചില്ല. ഒരു ഡോക്ടർമാർക്കും എന്റെ രോഗത്തെ ചികിത്സിക്കുവാനായിട്ട് സാധിച്ചില്ല. ഒരു സ്കാനിങ് മെഷീനും എന്റെ ഉള്ളിലുള്ള പ്രശ്നത്തെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ വെള്ളത്തിൽ നിന്ന് വെളിയെ ഇട്ട ഒരു മത്സ്യം എങ്ങനെ പിടയ്ക്കുവോ അതുപോലെ ഹൃദയത്തിൽ വേദന കൊണ്ട് സമാധാനമില്ലാതെ എന്റെ ജീവിതത്തിൽ ഞാൻ പിടയ്ക്കുവാനായിട്ട് തുടങ്ങി. അന്നേ വരെ എന്റെ കൂടെ ഇരുന്ന കൂട്ടുകാർക്ക് എന്നെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല. മദ്യപിച്ചാൽ സമാധാനം കിട്ടുമെന്ന് ചിന്തിച്ചു.
എന്നാൽ മദ്യപിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം മദ്യപാനം നിർത്തുമ്പോൾ മാറിപ്പോകും. പിന്നെയും അതേ പ്രശ്നത്തിലേക്ക്, അതേ ഹൃദയ കാഠിന്യത്തിലേക്ക്, അതേ ഹൃദയത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയിൽ എൻ്റെ ജീവിതം പോകുവാനായിട്ട് തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്ന് എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല ആരോഗ്യമുണ്ടായിരുന്നു. എന്നാൽ ഹൃദയത്തിൽ സമാധാനമില്ലാത്ത ഒരു ജീവിതം എത്ര ഖേദമാണ് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവം കൊണ്ട് മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, അല്പവും കൂടെ പണം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ടിരുന്നേനെ, എനിക്ക് കുറച്ചുകൂടെ സമാധാനം ഉണ്ടായിരുന്നേനെ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയട്ടെ, എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടായിട്ടും എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. എനിക്ക് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ഒരവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം വന്നു. എന്നാൽ ഞാൻ കൊച്ചിലെ തൊട്ട് കേട്ട ഈ യേശു ജീവനോടെ കൂടെ ഉണ്ടെന്നും അവനൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ അവന് സമാധാനം കിട്ടും എന്നുള്ള ആ ദൂത് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു മുടിയനായ പുത്രന്റെ കഥ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരു പുത്രൻ തന്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് മാറിപ്പോയി. അവൻ വഴിതെറ്റിയ ജീവിതത്തിലായി തീർന്നു. തന്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ സ്വത്തിന്റെ ഭാഗം ഉപയോഗിച്ച് അവൻ ജീവിതത്തിൽ അടിച്ചു പൊളിച്ച് ജീവിച്ച് തന്റെ ജീവിതത്തിലെ എല്ലാ വസ്തുവകകളും നഷ്ടപ്പെടുത്തിയതിനു ശേഷം തന്റെ ജീവിതത്തിൽ പട്ടിണിയിലായി. വചനം ഇങ്ങനെ പറയുന്നു, അവന്റെ ജീവിതത്തിൽ പന്നിയുടെ ആഹാരം പോലും കിട്ടാത്ത അവസ്ഥയിൽ അവനായപ്പോൾ അവന്റെ ജീവിതത്തിൽ അവനൊരു തീരുമാനമെടുത്തു. ഞാൻ ഏത് പിതാവിന്റെ അടുക്കൽ നിന്നാണോ കടന്നു വന്നത് അതേ പിതാവിന്റെ ഭവനത്തിലേക്ക് ഞാൻ തിരികെ കടന്നു പോകും. അതെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു. ഞാൻ ഏത് ദൈവത്തിന്റെ അടുക്കൽ നിന്നാണോ വന്നത് ആ ദൈവത്തിന്റെ അടുക്കലേക്ക് ഞാൻ തിരികെ മടങ്ങുമെങ്കിൽ എൻ്റെ ജീവിതം സമാധാനം ലഭിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. എന്നാൽ അന്ന് എൻ്റെ ജീവിതം മുഴുവൻ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഒരു വ്യക്തിക്കും എൻ്റെ ജീവിതത്തെ നല്ലതാണെന്ന് പറയാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു എൻ്റെ ജീവിതം. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പലരും എന്നെ വിട്ടിട്ട് ഓടിക്കൊണ്ട് പോകുന്ന ദിവസങ്ങളായിരുന്നു അത്. എന്നാൽ അന്ന് ഈ യേശു യഥാർത്ഥത്തിൽ ഒരു പാപിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഈ യേശു യഥാർത്ഥത്തിൽ പാപികളെ അംഗീകരിക്കുമെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ അടുക്കലേക്ക് ഞാൻ തിരികെ വരികയാണ്, എന്റെ ജീവിതത്തെ ഞാൻ നിന്റെ കയ്യിലേക്ക് തരികയാണ്. ഇനി ജീവിച്ചാൽ എനിക്ക് സമാധാനത്തോടെ കൂടെ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കുന്ന, ഇതിനു മുന്നേ എൻ്റെ കൂട്ടു സഹോദരന്മാർ പ്രസംഗിച്ച, സാക്ഷ്യപ്പെടുത്തിയ ആ യേശുവിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഒരു പാപിയാണ്, നീ നല്ലവനായാൽ നിന്നെ ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞ യേശുവിനെ അല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയത്. എന്നെ ഉള്ള അവസ്ഥയിൽ അംഗീകരിച്ച ഒരു യേശുവിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൽ ഒരു ഡോക്ടർക്കോ ഒരു മരുന്നിനോ മാറ്റിക്കളയുവാൻ സാധിക്കാത്ത എൻ്റെ ഹൃദയത്തിലെ വേദനയെ ഈ യേശു കർത്താവ് എടുത്തു മാറ്റി. ആർക്കും തരാൻ സാധിക്കാത്ത സമാധാനം ഈ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ സമാധാനവും എൻ്റെ ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷവും, യേശു ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ജനിക്കുമെങ്കിൽ അവന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ആഘോഷമാണ്, അവന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ആനന്ദമാണ്. അവന്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും അവനെ ഖേദിക്കാനുള്ള അവസരം വരത്തില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു പക്ഷെ പ്രതികൂലങ്ങൾ വരുമായിരിക്കും, പ്രശ്നങ്ങൾ വരുമായിരിക്കും. എന്നാൽ അതിനേക്കാൾ എല്ലാം ഏറെ ശ്രേഷ്ഠനായ, രക്ഷിക്കാൻ കഴിവുള്ള ഒരുവൻ നിന്റെ ജീവിതത്തിൽ വന്ന് ജനിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ പിന്നെ നീ ഖേദിക്കേണ്ട ആവശ്യം വരത്തില്ല, നീ പേടിക്കേണ്ട ആവശ്യം വരത്തില്ല, നിന്റെ ജീവിതത്തിൽ പിന്നെ നീ ലജ്ജിക്കേണ്ട ആവശ്യം വരത്തില്ല.
ഒരിക്കലായി എന്നേക്കുമായി ഈ ഭൂമിയിൽ വെച്ച് മാത്രമല്ല, ഈ ഭൂമിയിൽ നിനക്കൊരു ജയകരമായ ജീവിതം തരുവതിനോടൊപ്പം മരണം എന്നൊരു കാര്യം ഈ ഭൂമിയിൽ നിന്ന് നിന്നെ പിരിക്കുമ്പോൾ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് യേശു കർത്താവിന് നിന്നെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, യേശു ഭൂമിയിൽ വന്നപ്പോൾ അവൻ എങ്ങനെ പറഞ്ഞു? കള്ളൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിക്കുവാനായിട്ടും വരുന്നു, ഞാനോ അവകൾക്ക് ജീവൻ ഉണ്ടാകുവാനായിട്ടും ആ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകുവാനായിട്ടുമാ വന്നേ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത അവസ്ഥ ഏതവസ്ഥയിലായിക്കോട്ടെ, ഒരുപക്ഷെ പിശാച് നിങ്ങളുടെ ജീവിതത്തെ കവർന്ന് തിന്നുമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, ബ്രദറെ, എന്റെ ജീവിതത്തിലെ ശാപം കാരണം, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ശാപം കാരണം തലമുറകളായിട്ട് ഒരാള് പോലും ഇതുവരെ ഗതി പിടിക്കുന്നില്ല. ഇന്ന് രാത്രികാലം നിങ്ങളോടൊരു ക്രിസ്മസ് സന്ദേശം ഞങ്ങൾ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ജനിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിലെ പാരമ്പര്യ ശാപങ്ങളെ അവൻ എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കും. നിന്റെ ജീവിതത്തിലെ പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങളെ ഈ കർത്താവിന് എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കും. നിന്റെ ജീവിതത്തിൽ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന മരണത്തെ ഈ കർത്താവിന് മാറ്റുവാനായിട്ട് സാധിക്കും. യേശു വന്നത് മരിപ്പിക്കാനല്ല, യേശു വന്നത് ജീവിപ്പിക്കുവാനായിട്ടാണ്. ആ ജീവൻ സമ്പൂർണമായിട്ട് ഇന്ന് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇത് ധൈര്യമായിട്ട് ഞങ്ങൾ സാക്ഷിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾ ഏതവസ്ഥയിലായിക്കോട്ടെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ യേശുവേ, എന്റെ ജീവിതത്തിൽ നീ ഒന്ന് വരണമേ, എനിക്ക് ഈ സമാധാനം ഒന്ന് അനുഭവിക്കണം, എനിക്ക് ഈ സന്തോഷം ഒന്ന് അനുഭവിക്കണം എന്ന് നിങ്ങൾ ഒരു വാക്ക് ആയിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് പറയുമെങ്കിൽ ഈ കർത്താവ് ഇന്ന് രാത്രി നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു രാത്രി തീരും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ എന്റെ ശബ്ദം നിങ്ങൾ വളരെ ദൂരെ നിന്നായിരിക്കും കേൾക്കുന്നത്. ഒരുപക്ഷെ ബസ്സിൽ ഇരുന്നുകൊണ്ടായിരിക്കും എന്റെ ശബ്ദം കേൾക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴായിരിക്കും ഈ ശബ്ദം കേൾക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഒരു സദ്വർത്തമാനം നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങളുടെ അവസ്ഥകളെ യേശു കർത്താവിന് മാറ്റുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥയെ യേശു കർത്താവിന് മാറ്റുവാനായിട്ട് സാധിക്കും. അവന്റെ പേര് തന്നെ സമാധാന പ്രഭു എന്നാണ്. ഈ ഭൂമിയിലുള്ള ആർക്കും അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടില്ല. യേശു ഇങ്ങനെ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനമല്ല എന്റെ സമാധാനം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളിലും സമാധാനം കണ്ടെത്താനായിട്ട് നോക്കി. എന്നാൽ ഒരു സമാധാനവും നിത്യമായിട്ടുള്ള സമാധാനമല്ല. എല്ലാത്തിനും താൽക്കാലികമായിട്ടുള്ള സമാധാനമാണ്. മദ്യത്തിലും മയക്കുമരുന്നിലും ഈ ലോകത്തിലുള്ള എല്ലാ ഇൻപങ്ങളിലുമുള്ള സമാധാനം, അതിനെല്ലാം കാലപരിമിതിയുണ്ട്. എന്നാൽ കാലപരിമിതി ഇല്ലാത്ത ഒരു സമാധാനം യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്റെ കൂടെ നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ ഞാൻ മൈക്ക് കൊടുത്താൽ അവർക്കെല്ലാം പറയുവാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. തകർന്ന അവരുടെ ജീവിത അവസ്ഥയിലേക്ക് അവർ യേശുവിനെ ക്ഷണിച്ചപ്പോൾ അവരുടെ ജീവിത അവസ്ഥകളെ യേശു മാറ്റി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ബ്രദറെ, എല്ലാരും ഞാൻ മോശമാണെന്നാണ് പറയുന്നത്, എല്ലാരും എന്നെ കൊള്ളത്തില്ലെന്നാ പറയുന്നത്, എന്നെ ഈ യേശു അംഗീകരിക്കുവോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഈ യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചത്. എന്നാൽ ഇന്ന് കൊള്ളാവുന്നവരായിട്ട് നിങ്ങൾ ആരേലും ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. കൊള്ളാവുന്ന ഒരുവൻ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ജനിച്ചപ്പോൾ, കൊള്ളാവുന്ന ഒരു ദൈവം അവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, കൊള്ളാത്തതായ ഞങ്ങളുടെ ജീവിതത്തെ ഈ കർത്താവിന് മാറ്റുവാനായിട്ട് സാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയില് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ, എന്റെ കർത്താവ് എന്നോട് ഇങ്ങനെ പറയുക, എന്നെ കേൾക്കുന്ന ആരൊക്കെയോ നിങ്ങൾ കുടുംബ ശാപങ്ങൾ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഭാരപ്പെട്ടിരിക്കുക. പക്ഷേ ഈ പാർക്കിനകത്തായിരിക്കും നിങ്ങൾ, പക്ഷെ നടന്നു പോകുകയായിരിക്കും. തുടരെ വീട്ടിൽ ഉണ്ടാകുന്ന മരണം
ആർക്കും മാറ്റാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിലാണ് നിങ്ങൾ. എന്നാൽ ഇന്ന് രാത്രികാലം നിങ്ങളോടൊരു സദ്വർത്തമാനം ഞാൻ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന തുടരെ ഉണ്ടാകുന്ന ആ മരണത്തെ യേശു കർത്താവിന് മാറ്റുവാനായിട്ട് സാധിക്കും. നിന്റെ ഹൃദയത്തിൽ അവന് സ്ഥാനം കൊടുക്കുമെങ്കിൽ, നിന്റെ ജീവിതത്തിലേക്ക് അവനെ ഒന്ന് ക്ഷണിക്കുമെങ്കിൽ, നിന്റെ ജീവിതത്തിലെ, നിന്റെ കുടുംബത്തിലെ ഏത് ശാപത്തെയും ഈ കർത്താവിന് മാറ്റുവാനായിട്ട് സാധിക്കും. എന്താ കാരണം? ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയും പാപത്തിനുള്ള വില കൊടുത്തിട്ടില്ല. എന്നാൽ പാപത്തിനുള്ള വില ഒരുവൻ കൊടുത്തിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. അവൻ കാൽവറി ക്രൂശിൽ അവന്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയതിന് ഒരു കാരണമുണ്ട്. ഈ ലോകത്തിലുള്ള ഒരു പാപിയും ഇനി അവന്റെ പാപത്തിൽ മരിക്കേണ്ട ആവശ്യമില്ല. ഇനി അവന്റെ ശാപത്തിൽ മരിക്കേണ്ട ആവശ്യമില്ല. അവന് വേണ്ടി യേശു മരിച്ചു എന്നത് വിശ്വസിക്കുമെങ്കിൽ യേശു ഇന്ന് രാത്രി നിങ്ങളുടെയും ഹൃദയത്തിൽ ജനിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും ജീവിതത്തിൽ അവൻ ജനിക്കും. ഇന്ന് രാത്രി ഒരുപക്ഷെ നിങ്ങൾ തന്നെയായിരിക്കും ഈ മൈതാനത്തിനകത്തേക്ക് കടന്നു വന്നത്. ഒരുപക്ഷെ ദൂരെ നടന്നു പോകുമ്പോൾ, ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തന്നെയായിരിക്കും കടന്നു വന്നത്. എന്നാൽ ഇന്ന് രാത്രി യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണമേ എന്ന് നിങ്ങൾ ക്ഷണിക്കുമെങ്കിൽ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരും. നിങ്ങളുടെ നരകമാണ് എന്ന് പറയുന്ന ഭവനത്തെ യേശു കർത്താവ് സ്വർഗമാക്കി തീർക്കുക തന്നെ ചെയ്യും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം നരക തുല്യമായിട്ടിരുന്ന ഭവനങ്ങൾ, സമാധാനമില്ലാത്ത ഭവനങ്ങൾ, എപ്പോഴും വാഗ്വാദങ്ങൾ നിറഞ്ഞ ഭവനങ്ങൾ, എപ്പോഴും ചണ്ടയും ഛിദ്രവും നിറഞ്ഞ ഭവനങ്ങൾ. എന്നാൽ യേശു ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നപ്പോൾ നിറഞ്ഞ സമാധാനവും നിറഞ്ഞ സന്തോഷവും നിറഞ്ഞ ഭവനങ്ങളായിട്ട് ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം ഈ കർത്താവ് രൂപാന്തരപ്പെടുത്തി. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളൊരു പക്ഷേ ഇന്ന് രാത്രികാലം എനിക്കും ഈ സമാധാനം വേണം ബ്രദറെ, എനിക്കും ഈ സന്തോഷം വേണം, എനിക്കും ഈ തോൽവിയായ ഈ ജീവിതത്തിൽ നിന്ന്, ഒരു ജയവുമില്ലാത്ത ഈ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു വ്യത്യാസം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഏവരും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നമ്മളെല്ലാവരും ചേർന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇന്ന് രാത്രി ഈ യേശു എൻ്റെ ജീവിതത്തിലേക്കും വരണം, എനിക്കൊരു സമാധാനം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. എനിക്കും ഈ യേശു വേണം, എൻ്റെ ജീവിതത്തിലും ഈ സമാധാനം അനുഭവിക്കണം, എനിക്കും ഈ സന്തോഷം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ രണ്ട് കരം ഉയർത്തിയിരിക്കുന്ന ബ്രദറിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തുമെങ്കിൽ ഞങ്ങളെ വിടുവിച്ച യേശു, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തന്ന യേശു, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിച്ച യേശു ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ കണ്ണീരോടെ ആയിരിക്കും നിങ്ങൾ കരമുയർത്തി നിൽക്കുന്നത്. എന്നാൽ ധൈര്യത്തോടെ ഞങ്ങൾ ഒരു കാര്യം പറയാം, ഈ രക്ഷകന്റെ മുന്നിൽ കരം നീട്ടിയ ആരെയും ഈ രക്ഷകൻ ലജ്ജിപ്പാനായിട്ട് സമ്മതിക്കത്തില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ കരം ഉയർത്തിയിരിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, കരമുയർത്തിയിരിക്കുന്നവർ, എനിക്ക് കാണാൻ സാധിക്കുന്നവരും ഇതിന്റെ പുറകിലെല്ലാം നിന്ന് കരമുയർത്തിയിരിക്കുന്നവരും എല്ലാവരും കർത്താവേ, ഒരു മനുഷ്യന്റെ മുന്നിലല്ല കർത്താവേ കരമുയർത്തിയിരിക്കുന്നത്, അങ്ങയുടെ മുന്നിലാ കരമുയർത്തിയിരിക്കുന്നത്. അങ്ങ് രക്ഷകനാണ് എന്നുള്ള സന്ദേശം കേട്ട് കർത്താവേ അവര് ഹൃദയത്തിലേക്ക് അങ്ങയെ സ്വാഗതം ചെയ്യുമ്പോൾ ഇന്ന് രാത്രികാലം യേശുവേ അങ്ങ് ഇവരുടെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക്
അങ്ങ് ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രികാലം ഈ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് യേശുവേ അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷം, ഇതുവരെ അനുഭവിക്കാത്ത സമാധാനം കരമുയർത്തിയിരിക്കുന്ന ഓരോരുത്തരും അനുഭവിക്കട്ടെ കർത്താവേ. ഓരോ വ്യക്തി ജീവിതങ്ങളും അനുഭവിക്കട്ടെ കർത്താവേ. അവരുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. ഒരുപക്ഷെ കടഭാരത്തോടെ ആയിരിക്കും കർത്താവേ അവർ നിൽക്കുന്നത്. ഒരുപക്ഷെ കുടുംബ ജീവിതത്തിൽ സമാധാനം ഇല്ലാതെ ആയിരിക്കും നിൽക്കുന്നത്. ഒരുപക്ഷെ കർത്താവേ ഡൈവേഴ്സിന്റെ വക്കിലായിരിക്കും അവർ നിൽക്കുന്നത്. ഒരുപക്ഷെ കർത്താവേ കുടുംബങ്ങളിൽ പാരമ്പര്യമായിട്ടുള്ള ശാപം കാരണം കർത്താവെ അവര് കൈ ഉയർത്തി നിൽക്കുകയായിരിക്കും. ഇന്ന് രാത്രികാലം യേശുവേ ഞങ്ങളെ വിടുവിച്ച കർത്താവെ, ഇന്ന് രാത്രി അവരുടെയും ജീവിതത്തിൽ അങ്ങൊരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ പാരമ്പര്യ ശാപങ്ങളും ഇന്ന് രാത്രികാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജീവിതങ്ങളിൽ നിന്ന് ക്യാൻസലായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ സമാധാനമില്ലാത്ത ഹൃദയങ്ങൾ യേശുവിന്റെ സമാധാനം കൊണ്ട് നിറയട്ടെ. സന്തോഷമില്ലാത്ത ഹൃദയങ്ങൾ യേശുവിന്റെ സന്തോഷം കൊണ്ട് നിറയട്ടെ. ഇന്ന് കർത്താവെ ഇവർ ഇവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ യേശുവിനെയും കൊണ്ട് പോകുവാൻ, സമാധാനം കൊണ്ട് പോകുവാൻ, സന്തോഷം കൊണ്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനാൽ സ്തോത്രം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ മേൽ ഇന്ന് രാത്രികാലം എന്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവെ. എവിടെയൊക്കെ അവരുടെ ജീവിതത്തിൽ കർത്താവെ ജയം വേണമെന്ന് ആഗ്രഹിക്കുന്നു ആ വിഷയങ്ങളുടെ മേളിലെല്ലാം എന്റെ കർത്താവ് ജയം അയക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് രാത്രി കർത്താവാണല്ലോ ഈ ഹൃദയങ്ങളെ തുറന്നത്. പരിശുദ്ധാത്മാവേ, ആരൊക്കെയോ ബസ്സിൽ നിന്ന് ഈ ശബ്ദം കേട്ട് കർത്താവെ അങ്ങേ ക്ഷണിക്കുക, അവരുടെ ജീവിതത്തിലേക്കും അങ്ങ് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവരാജ്യം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കടന്നു വരട്ടെ കർത്താവെ. ഞങ്ങൾ അനുഭവിക്കുന്ന ഇതേ സന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്ന ഇതേ സമാധാനം, ഞങ്ങൾ അനുഭവിക്കുന്ന ഇതേ വിടുതൽ കർത്താവെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് രാത്രികാലം എന്റെ കർത്താവ് പകരുന്നതിനാൽ സ്തോത്രം, അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. എല്ലാ മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.